അവർക്കും എൻ്റെ നവനീതം ബ്ലോഗ്സിൽ സ്വാഗതം. ഇത് കൊല്ലം ആശ്രാമ ശ്രീ സുബ്രഹ്മണ്യ ശാന്തി ക്ഷേത്രത്തിലെ തൈപ്പീയ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കാവടി ഘോഷയാത്രയാണ് നിങ്ങളീ കാണുന്നത്. ചെണ്ടമേളവും കണ്ടില്ലേ, നൃത്തങ്ങളും ഒക്കെ കണ്ടില്ലേ, പൂക്കാവടിയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിനാണ് കാവടികൾ ഏന്തിയ കൊച്ചുങ്ങളും ആബാലവൃദ്ധം ജനങ്ങൾ, കുട്ടികളും വലിയവരും എല്ലാവരും കാവടി ഏന്തി ഇങ്ങനെ വരുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നല്ല ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു. നാമങ്ങളും എല്ലാവരുടെയും ഹരഹരോ ഹര എന്നുള്ള വിളിയും നാമവും എല്ലാം വളരെ നമുക്കൊരു നല്ലൊരു മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയായിരുന്നു. ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി തൊഴാനൊക്കെ പോയപ്പോഴാണ് ഇത് കണ്ടത്. അത് നിങ്ങളിലോട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ട. ഇതെനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അക്കയാണ്, പാസുരാമിൻ്റെ അക്ക. അപ്പോൾ അവിടെ വെച്ച് കുറേ ആളുകളെയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പം അക്കയെ നിർത്തി ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ പിന്നെ ആഹാരങ്ങളുമൊക്കെ ഞാൻ അവിടെ നിന്ന് കഴിച്ചു. അവിടെ നല്ല സദ്യയൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കില്ലാഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കയറി കഴിച്ചു. ഞങ്ങളെ സുശീലയും മോളുമാണ്. അങ്ങനെ എല്ലാവരെയും അവിടെ വെച്ചൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ഈ വെയിൽ കാണാൻ നേരത്തെ ഇനി തിരിച്ചു വരാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളുടെ കൊല്ലം നായേഴ്സ് ജംഗ്ഷനിൽ വെച്ച് കാണുന്നതാണ് ഈ ആശ്രാമത്തിൽ നിന്ന് വരുന്ന പാൽക്കാവടി. ഒരു വൃന്ദാവനം കണക്കാൻ നമുക്ക് തോന്നിയെന്ന്. മഞ്ഞ വസ്ത്രങ്ങളും പാൽക്കുട ഏന്തിയ വനിതകളും കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും എന്ത് രസമായിരുന്നു അറിയാം. ഒരു അങ്ങ് ഒഴുകുന്ന കണക്കായിരുന്നു നമുക്ക് തോന്നിയത്. നല്ല ചെണ്ടമേളത്തോടൊപ്പം ചിലർ ഭക്തിയിൽ അങ്ങ് ഭക്തിയിൽ ആറാടി തന്നെ വരുമായിരുന്നു. ഈ ഒരു കാഴ്ച കാണാൻ അവസരം തന്ന ഭഗവാന് ഞാൻ നന്ദി പറയുന്നു. എനിക്കങ്ങ് ഭയങ്കര മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാഴ്ചയായിരുന്നു. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്നെ കാണുന്നില്ലേ, ഞാൻ കുറച്ച് ഇതിനകത്ത് കാണിക്കുന്നുള്ളായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ച് മോളെ കൂടെ കൊണ്ടു, മോള് വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അമ്പലത്തിന് ഒന്നുകൊണ്ട് ഉത്സവമൊക്കെ വൈകുന്നേരം ഒരു ചെറിയ ഉത്സവമൊക്കെ ഉണ്ടല്ലോ, അത് കാണിക്കാനായിട്ട് യാനിയും കൊണ്ടുവന്നതാണ്. അവിടെ വെച്ച് എൻ്റെ ഒരു സഹോദരനാണിത്, മറ്റേ നാത്തൂനെ അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും അവിടെ വെച്ച് കാണുവാണ്. അങ്ങനെ യാനിക്ക് വലിയ പരിചയമില്ല, എൻ്റെ ആങ്ങളെ ബാബു എന്നാന്ന് പേര് കേട്ടോ. അപ്പോൾ എല്ലാവരും അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് വരാൻ ഒത്തിരി താമസിക്കുമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കടപ്പാക്കട ജംഗ്ഷനിൽ വന്നിരുന്ന് ഇത് പ്ലോട്ടൊക്കെ കാണുകയാണ്. കുറച്ച് പ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുതിരയെ കാണണമെന്ന് പറയും. അപ്പോൾ കെട്ടുകുതിര എന്തുവാന്നുള്ളത് മോൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ പാട്ടിനനുസരിച്ചൊക്കെ ഡാൻസ് കളിക്കുക കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ നല്ല പാട്ടൊക്കെ ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ കെട്ടുകുതിര വന്ന് കണ്ട. അത് കണ്ടപ്പോഴത്തേക്കും മോൻ അറിഞ്ഞുകൂടാ, അതിശയിച്ച് നോക്കുന്നു. കുതിര